നമുക്കിനി അടുത്ത ചെയ്യാനുള്ളത് ഇൻവിറ്റേഷൻ കാർഡാണ്. ഒരു വെഡിങ്ങിന്, ബർത്ത്ഡേക്ക്, കോർപ്പറേറ്റ് ഇവന്റിന് നമുക്ക് എന്ത് ചെയ്യണം? ഇൻവിറ്റേഷൻ കാർഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയണം? ആദ്യം ഇൻവിറ്റേഷൻ കാർഡിന്റെ സൈസ് നമുക്കറിയണം. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന റെഫറൻസ്. ഈ ഇൻവിറ്റേഷൻ കാർഡാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയണം? ഇൻവിറ്റേഷൻ കാർഡിന്റെ സൈസ് അറിയണം നമുക്ക് ആദ്യം. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് സൈസ് ഇൻ പിക്സൽസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് 1539 പിക്സൽസ് വൈഡ് ബൈ 2100 പിക്സൽസ് ഹൈറ്റ്. അപ്പോൾ വിഡ്ത്ത് നമുക്ക് കിട്ടി. ഓക്കെ, 1539. ക്യാൻവ ഓപ്പൺ, കസ്റ്റം ഡിസൈൻ, വിഡ്ത്ത്, ഹൈറ്റ് എത്ര? 2100 പിക്സൽസ്. ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഇവിടെ പേര് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പേര് കൊടുക്കണം. ഓക്കെ, വർക്കിൻ്റെ പേരും ക്ലയൻറ്റിൻ്റെ പേര് പ്ലസ് ബ്രാക്കറ്റിൽ എന്താണ് ക്ലയൻറ്റിന് വേണ്ടതെന്നുള്ളതും കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇൻവിറ്റേഷൻ കാർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു സൂക്ഷിച്ച് നോക്കിയാൽ ഒരു മാർബിൾ ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ല ഇതിൻ്റെ. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടുമോ നോക്കാം. ഒരു മാർബിൾ ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ നമുക്കൊരു മാർജിൻ വേണം ഇവിടെ. പിന്നെ വേറെ ടൈപ്പ് ഒരു മാർജിനും കൂടെ വേണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഒരു മാർബിൾ ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ക്യാൻവ ഓപ്പൺ ആക്കുക. എലമെന്റ്സ്, മാർബിൾ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്താൽ ഫോട്ടോസിൽ പോയാൽ നമുക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഡിസൈനിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തന്നെ കിട്ടണം. ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് അതിൽ? അതിന് ആപ്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതെടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് ആസ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഏതിലൊന്നും കൂടെ ഇട്ട് വെക്കണോ? ഈ ഇമേജ് കൊള്ളാം. സെറ്റ് ആസ് ബാക്ക്ഗ്രൗണ്ട്, റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ നമുക്ക് ഇതിൽ ചെയ്യാം, ഈ ഇമേജിൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഒരു മാർജിൻ വേണം അല്ലേ? മാർജിൻ ആഡ് ചെയ്യണം. എലമെന്റ്സ് പോവാം, മാർജിൻ സെർച്ച് ചെയ്യുക. നമുക്ക് എന്തുണ്ട് ഇവിടെ? ഇഷ്ടംപോലെ മാർജിൻ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ട മാർജിൻ എന്ന് പറയുന്നത് ഏതാണ്? നോർമൽ മാർജിൻ ആണ്. നോർമൽ ഇവിടെ. ഓക്കെ, ഈ മാർജിനാണ് നമുക്ക് വേണ്ടേ. ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നിലവിൽ അതിലുള്ള മാർജിൻ ഇല്ലേ, അതുമായിട്ട് കറക്റ്റാക്കി വെക്കുക. ഓക്കെ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇത് വലുതാക്കിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ആണ്ടാ, വലുതാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഗ്രാഫിക്സ് മാർജിൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാനുവൽ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? ഷേപ്പിൽ ലൈൻ എടുക്കുക. ലൈൻ എന്ത് ചെയ്യണം? നിലവിൽ നമ്മുടെ മാർജിനായിട്ട് ലൈൻ എന്ത് ചെയ്യണം? കൊണ്ടുവെക്കണം. ഓക്കെ, കറക്റ്റ് ഇവിടെ ഈ സൈഡിൽ കണ്ടോ -45 -56 എന്നൊക്കെ പറഞ്ഞാൽ മാറുന്നുണ്ടോ? കറക്റ്റ് 90 ആയാൽ, അതായത് 90 ആയാൽ നേരാവും. ഉണ്ടാവും 90 ആയാൽ എന്താവും? ആ കറക്റ്റ് നേരാവും. Ctrl D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇനി ഇത് Ctrl D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എന്ത് ചെയ്യുക? ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർജിന് ഏറെക്കുറെ എന്തായിട്ടുണ്ട്? മാർജിൻ നമ്മളത് ഔട്ടായിട്ടുണ്ട്.
ഓക്കെ, നമ്മുടെ മാർജിൻ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പം കുറക്കണം. ഓക്കെ, അപ്പം മാർജിൻ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്കിനി വേണ്ടത് വേറൊരു ടൈപ്പ് മാർജിനാണ്. ആ ഒരു മാർജിന് വേണ്ടാ, ഈ ഒരു ടൈപ്പ് മാർജിനാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ടൈപ്പ് മാർജിൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? നമ്മൾ ഒരു സൈഡ് ക്രിയേറ്റ് ചെയ്താൽ മതി, മറ്റേ സൈഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു സർക്കിൾ ഇട്ടാൽ മതി. ഓക്കെ, ഒരു സർക്കിൾ ഇട്ടാൽ മതി. ചെയ്യാൻ പറ്റുമോ നോക്കാം. ക്യാൻവ ഓപ്പൺ ആക്കാം. എന്ത് ചെയ്യണം? ഇതിനെ കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈസ് കുറച്ച് കുറക്കണം. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കുറക്കണം. ലെഫ്റ്റിന് നമുക്കൊരു 940, റൈറ്റിന് നമുക്കൊരു 940. ഇവിടെ ഉണ്ടോ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേണ്ട 940. ഇപ്പൊ കറക്റ്റായില്ലേ? രണ്ട് സൈഡിലും കറക്റ്റായി. ഇനി സെന്റർ ആക്കി വെക്കുക. ഇനി എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വേണം. സർക്കിൾ എടുക്കുക. സർക്കിൾ എടുത്തിട്ട് മാർജിൻ ഉണ്ടാക്കാൻ കുറച്ച് ഗതികേടാട്ടാ. ഓ, സർക്കിൾ എടുത്താൽ വേറെ പ്രോബ്ലം, ഉള്ളിലോട്ടാണ് വരേണ്ടത് അല്ലേ? സർക്കിള് പുറത്തേക്കല്ല, ഉള്ളിലേക്ക് വന്നാലും അത് കർവ് മാതിരിയാവില്ലേ? ആക്ച്വലി ഇതിവിടെ കർവ് അല്ലല്ലോ, ഒരു വെട്ടല്ലേ? ആടാ, നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ട് നോക്കാം. ബോർഡർ പോവാ. ബോർഡർ ഒരു 5 കൊടുക്കുക. പിന്നെ അകത്തത്തെ എന്ത് ചെയ്യാം? 0 കൊടുക്കുക. എന്ത് ചെയ്യണം? കൺട്രോൾ സി കൺട്രോൾ വി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇനി ഇവിടെ 90 ആക്കണം. എന്നിട്ട് വേണ്ട, പക്ഷെ ഇവിടെ കർവ് മാതിരിയാണ് വന്നേ. ഓക്കെ, അങ്ങനെ വന്നേ കർവ് മാതിരിയാണ് വന്നത്. നമുക്ക് കർവ് അല്ല വേണ്ട. ആക്ച്വലി നമുക്ക് അതിനെന്ത് വേണം? ഒരു ഡെപ്ത് വേണം. നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഇവിടെ ഈ സാധനം ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കണം. നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ക്രോപ്പ് ചെയ്ത് ആ സർക്കിൾ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണം. പക്ഷെ അത് നമുക്ക് എന്തില്ല, അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വേറെ വല്ല ഓപ്ഷനും ഉണ്ടോ നോക്കാം. ആ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേറെ വല്ല ഓപ്ഷനും ഉണ്ടോ നോക്കാം. എലമെന്റ്സ് പോയിട്ട് മാർജിൻ ടൈപ്പ് ചെയ്താൽ ഇവിടെ മാർജിൻ വരും. ഇതിൽ അതുപോലത്തെ മാർജിൻ ഉണ്ടോ നോക്കാം നമുക്ക്. ഈ ഒരു ടൈപ്പാണ് നമുക്ക് വേണ്ടത്. കൊടുത്തുക. ആ ഒരു ടൈപ്പ് മാർജിൻ ഇവിടെ ഇല്ല. കിട്ടി. ഇവനെയാണ് നമുക്ക് വേണ്ടത്. വേണ്ട, ഈ ഒരു സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്ത് ചെയ്യാം? ഇനി അതുപോലത്തെ കൊടുത്തു നോക്കാം. അതുപോലത്തെ സാധനം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിനെ സൂം ചെയ്താൽ ചിലപ്പോൾ അത് മിസ്സാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, അതുപോലത്തെ സ്റ്റൈൽ ഇവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രോപ്പ് ചെയ്തിട്ട് ഓരോരോ പാർട്ടാക്കി ഇടേണ്ടി വരും. ഒന്നും കൂടെ ആപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ ഒന്നും വേണ്ടി വരുന്നല്ലോ. ഇവൻ തന്നെ എടുക്കാം നമുക്ക്.
ഒന്നും കൂടെ ആപ്റ്റ് അവനായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പം അങ്ങോട്ട് വലുതാക്കുക. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വലുതാക്കിയപ്പോൾ നന്നായിട്ട് വലുതായി, കണ്ട, ഒരുപാട് വലുതായി. ഇത്ര വലുതായാൻ പാടില്ല. ഓക്കെ, ഇത്രയൊക്കെ പാടുള്ളൂ. ഇത് കറക്റ്റാ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാലേ, അപ്പം ഇതിനകത്ത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ലൈന്, ആ ലൈൻ നമുക്ക് ആവശ്യമില്ല. ആ ലൈൻ നമ്മൾ എന്ത് ചെയ്യണം, കളയണം. ആ ലൈൻ ഇല്ലാത്ത ആ ഒരു ഡിസൈനിൽ വരുന്നത് ഇതിലെവിടെയും കാണുന്നില്ല, എല്ലാത്തിലും ആ ലൈനുണ്ട്. അപ്പോൾ കളയാൻ നമുക്ക് എന്താ ചെയ്യുക, ഇമേജിൽ പോവുക, എഡിറ്റിൽ പോവുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇറേസിനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് ഷേപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇറേസിനുള്ള ഓപ്ഷൻ ഇല്ലാത്തത്. പിന്നെ നമുക്ക് ആ ലൈന് കളയാൻ നമുക്ക് എന്താ ചെയ്യുക, കളറിൽ പോയിട്ട് വൈറ്റ് കൊടുത്താൽ അതും പറ്റൂല. ബോർഡറിൽ പോയിട്ട്, അപ്പം ആ ഒരു ഷേപ്പിന് നമുക്ക് ആ ഒരു സാധനം കളയണം. ഇനി നമുക്ക് അതില്ലാത്തത് നോക്കാം. ഓക്കെ, ആ ഒരു ലൈൻ ഇല്ലാത്ത, ആ ഒരു ലൈൻ ഇല്ലാത്തത് നോക്കാം. ഉള്ളിൽ ആ ഒരു ലൈൻ ഇല്ലാത്ത, ഓക്കെ, കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാനിവിടെ ക്രോപ്പ് ചെയ്തിട്ട് വല്ല ഓപ്ഷൻ ഉണ്ടോ നോക്കാം. നമുക്ക് എന്ത് കിട്ടിയാൽ മതി, ഇവനെ മാത്രം കിട്ടിയാൽ പോരെ, ബാക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്തൂടെ. ഇവനെ മാത്രം കിട്ടിയാൽ മതി. പക്ഷെ അപ്പം ഇവിടെ കുടുങ്ങി, അത് പറ്റൂല. അവനവിടെ കുടുങ്ങാനും പാടില്ല. ഇത്ര ഭാഗം നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, ക്രോപ്പ് ചെയ്താൽ വേണ്ട, അവൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ അത് കിട്ടാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് എടുക്കാമായിരുന്നു. അപ്പം അതും പറ്റൂല. കണ്ട, ഈ ഒരു സാധനം അവിടെ ഉള്ളതുകൊണ്ട് നമുക്കതും പറ്റൂല. ഇനി നമുക്കുള്ള വഴി എന്ന് പറയുന്നത് വേറെ ഫ്രെയിം യൂസ് ചെയ്യാന്നുള്ളതാണ്. ഫ്രെയിം ഒന്ന് വിട്ടോട്ടെ. വേറെ ടൈപ്പ് ഫ്രെയിം യൂസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അടുത്തുള്ള വഴി എന്ന് പറഞ്ഞാൽ. ഇനിയുള്ള വഴി ഇവിടെ ടോട്ടലായിട്ട് വേറെ ഒരു സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഭംഗിയില്ല. അതും നമ്മൾ ചെയ്തതും തമ്മിൽ കണക്ഷൻ ഇല്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഞാനൊരിത് കണ്ടിരുന്നു, ആ ഒരു മോഡലിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം.
ഓക്കെ, നമുക്ക് ഈ ഒരു മോഡൽ പിടിച്ചാൽ ആ ഒരു മോഡൽ എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ അതുപോലെ ആംഗിൾ വരുന്ന അത് തന്നെ ഒന്നും കൂടിയും ഭംഗി. എവിടെ സാധനം? ഇതെടുക്കാം, ഇതെടുത്തിട്ട് വെക്കാം നമുക്ക്. സൂം ചെയ്തിട്ട് നമ്മൾ കീബോർഡും എന്ത് ചെയ്താൽ മതി, കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് കാണൂല അവിടെ. അങ്ങനെ ഒരു സാധനം അവിടെ ഉള്ളത് കാണൂല. ഓക്കെ, താഴെ നമ്മൾ വെക്കുന്നില്ല, മേലെ മാത്രം നമ്മൾ വെക്കുന്നുള്ളൂ. കാരണം താഴെ ഇവിടെ ആ ഒരു ഫ്ലവർ വരുമ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായോ? കൺട്രോൾ സി കൺട്രോൾ വി. എന്ത് ചെയ്യാ? ഓ, ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പിനില്ല. അപ്പം എന്ത് ചെയ്യാം? ഇവിടെ വരിക, ഫ്ലിപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് കൊടുക്കുക, ഇത് വരിക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കണക്ഷനും കൂടി ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞു. കട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്കിത് മൊത്തത്തിലുള്ള ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കൺട്രോൾ ജി അടിക്കുക, ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതിൽ 18 മിനിറ്റ് ആയില്ലേ? ഇനി നമുക്ക് വേണ്ടത്, അതിൻ്റെ കളർ ഒരു വേറെ കളറാണ്, അതായത് യെല്ലോ. പിന്നെ ഇവിടെ രണ്ട് സാധനം ഉണ്ട്, അത് നമുക്ക് വേണം. ഒരു യെല്ലോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ കളർ പിക്ക് ചെയ്തെടുക്കണം. കളർ പിക്കർ എടുക്കാം. ക്യാൻവയിൽ വരിക, കളറിൽ പോവുക, ആഡ് കളർ കൊടുക്കുക, കൺട്രോൾ. ഓക്കെ, ഇനി എല്ലാത്തിനും ആ കളർ കൊടുക്കണം. കളർ ഓൾട്ട് 1 അടിച്ചിട്ട് എല്ലാം കൂടെ സെലക്ട് ചെയ്താൽ കളറിൽ പോയിട്ട് കളറിൽ പോവുക. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മേലുള്ള സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ വേറൊരു ഫ്രെയിം ഇട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ ഒരു കളർ കൊടുത്താൽ എന്താവും? അത് ബോറാവും. പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ കൊടുത്ത ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ കളർ അതിൽ മാച്ച് ആയത് നമുക്ക് എന്തുണ്ട്? നമുക്ക് എന്തുണ്ട്? ഈ ഫോട്ടോയിലുള്ള കളറിനെ നമുക്ക് എന്ത് എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ,
ക്യാൻവ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. എന്ത്, ആ ഫോട്ടോയിലുള്ള കളർ തന്നെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടെ സിങ്ക് ആവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോട്ടോയിലുള്ള കളർ ഏതെങ്കിലും ചെയ്ത് നോക്കാം. ഓക്കെ, വൈറ്റ് കൊടുത്താൽ വേണ്ട, ഒരു മാച്ച് ഇല്ല. നമുക്ക് നമ്മൾ റെഫറൻസ് എടുത്ത പോലെ തന്നെ ചെയ്യാം. ഇനി എന്താ വേണ്ടത് നമുക്ക്, ഇനി വേണ്ടത് കുറച്ച് ഫ്ലവർ വേണം. 2 ഫ്ലവർ, എലമെന്റ്സ് ഫ്ലവേഴ്സ് ബോർഡർ. ഫോട്ടോസിൽ പോയാൽ ബോർഡർ എന്നുള്ള മാറ്റി വെക്കാം. സംഭവം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ടൈപ്പ് സെർച്ച് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും. പക്ഷെ എനിക്ക് ഈ സാധനത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അതാണ് നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സാധനത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതന്നെ അടിച്ചാൽ മതി. ഓക്കെ, ഇനി പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കിത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതന്നെ ചെയ്യാം. സമയം ഒരുപാട് പോകുന്നുണ്ട്. ഈ ഫ്ലവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെൻസ് എടുക്കാം, എന്നിട്ട് ഈ ഫ്ലവർ അവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ സെർച്ച് ചെയ്താൽ മതി, ഫ്ലവർ നെയിം വേണ്ട, ഫ്ലവർ നെയിം കിട്ടിയാണ്ട ഇത്രേ ഉള്ളൂ. ക്യാൻവയിൽ വരിക, അതേ സാധനം തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഫ്ലവർ നെയിം അടിച്ചപ്പോൾ ആ ഫ്ലവർ കംപ്ലീറ്റ് വന്നേ. നമുക്ക് വേണ്ടതല്ലോ, നമുക്ക് വേണ്ടത് മറ്റേ അള്ളി പിടിച്ച് നിൽക്കുന്ന ആ സാധനമല്ലേ. അതിനെങ്ങനെ എടുക്കാം, ഇതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടുന്നില്ല, ആ ഒരു സംഭവം കിട്ടുന്നില്ല. ഓക്കെ, കാരണം എനിക്ക് ആ അള്ളി പിടിച്ച് നിൽക്കുന്നതിന് എന്താ പറയുക എന്നുള്ള കാര്യം എനിക്ക് എന്താ അറിയില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ഞാൻ ഈ ഇമേജിൽ നിന്ന് തന്നെ ആ ഫ്ലവറിനെ നമ്മൾ ഗ്രാബ് ചെയ്തെടുക്കാൻ പോണ്. കോപ്പി ഇമേജ്, പേസ്റ്റ്, എഡിറ്റ്, ഗ്രാബ് ചെയ്യാൻ പറ്റൂല. ഓ വിഷയം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാബ് ചെയ്യാൻ പറ്റൂല. ഈ ഫ്ലവറിന് നമുക്ക് ഫ്ലവർ മാത്രം നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. അതിന് ഓപ്ഷൻ നമുക്ക് പറ്റും, നമ്മൾ അതിന് മാത്രം സെലക്ട് ചെയ്താൽ പറ്റും. പക്ഷെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യണില്ലാറെ ടൈം എടുക്കും അത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ നമ്മളിത് പോയി. ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ തന്നെ പറ്റുള്ളൂ. ഇവിടെ നല്ലൊരു സാധനം എടുക്കാം, ഇതെടുക്കാം. ഇനി ഇതിനെന്ത് ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യണം. കണ്ടാ, പിന്നെ അതിലുള്ളത് രണ്ടാമത്തെ ഫ്രെയിം ഈ ഫ്ലവറിന്റെ മേലെ കൂടിയാണ് വരുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഉണ്ടാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഫ്ലവർ ആഡ് ചെയ്തു. എക്സാക്ട് ഫ്ലവർ നമുക്ക് കിട്ടാനിട്ടാണ്. അതിലുള്ള ഫ്ലവർ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഓക്കെ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. കാരണം എന്താ, ഒരുപാട് സമയം കളഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. എല്ലാം കൂടെ നിങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങളിത് കഴിയുമ്പോഴത്തേക്കും എന്താവും, ഒരുപാട് സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് പരിപാടി, അതായത്
കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് തരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് സമയം നമുക്ക് എന്തായി വേസ്റ്റ് ആയി. അങ്ങനെ ടൈം വേസ്റ്റ് ആക്കാതെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം വേസ്റ്റേജ് വരുന്ന ടൈമൊക്കെ കുറക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലവറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ആഡ് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞ് കുറച്ച് സൈസ് ഉള്ളൂ. പിന്നെ അടിയിൽ ഒരു ലൈൻ ഉണ്ട്, പിന്നെ പേരുണ്ട്. ഓക്കെ, പേരിൻ്റെ അടിയിൽ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ്, ഒരു ഡാർക്ക് ഗോൾഡിൽ വരുന്ന ഒരു കളറാണ്. പിന്നെ ഇവിടെ എന്തുണ്ട്, ഇതിനെന്തുണ്ട്, ഗ്രേഡിയൻ്റ് ആണ് ഈ ടെക്സ്റ്റിന് കളർ. ഗ്രേഡിയൻ്റ് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുമോ നോക്കാം. ഒരു ഡാർക്ക് ഗോൾഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് കളർ പിക്ക് ചെയ്യാം. ടെക്സ്റ്റ് വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത അറിയും, ആ കളർ കറക്റ്റായിട്ട് അവിടെ കിട്ടാത്തത്. ഏതായാലും നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്, ആ വെച്ച് ചെയ്ത് നോക്കാം നമുക്ക്. കളർ, ആഡ് കളർ. ഓക്കെ, ഏകദേശം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത്, അതിന് പറ്റിയ ഫോണ്ട് കറക്റ്റാ, അതിന് പറ്റിയൊരു ഫോണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കളർ നമുക്ക് ഒന്നും കൂടെ ഒന്ന്, കളർ കാണുന്നില്ല, സെറ്റിങ്സിൽ പോയിട്ട് ഒന്നും കൂടെ ഒന്ന്. ഓക്കെ, നമുക്ക് എന്ത് വേണം, അതിൻ്റെ താഴെ ഒരു ലൈൻ വേണം. അണ്ടർലൈൻ. നമുക്ക് ഈ ലൈൻ എടുക്കാം. ഈ ലൈനിൻ്റെ കളറ് ഈ ഫ്രെയിമിന് കൊടുത്ത യെല്ലോ കളർ തന്നെയാണ് അതും. ഓക്കെ, ഇനി നമുക്ക് അവരുടെ പേരാണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ലൈനിന് കുറച്ച് വലുപ്പം കൂടിയില്ല, അത്ര വലുപ്പം അവിടെ അല്ല. ചെയ്താൽ സെൻറ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ നെയിമാണ് വേണ്ടത്. നെയിമിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഫോണ്ടാണ്. നെയിം എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം നമുക്ക്. കോപ്പി ടെക്സ്റ്റ്, തോമസ് ആൻഡ് കരീം, നല്ല പേര്, കോപ്പി. ഇനി എന്ത് ചെയ്യുക, അതിവിടെ കൊണ്ടുവന്നിടുക, സ്പേസ് ഇടുക, വലുതാക്കുക. കളറിൽ പോയിട്ട് ആഡ് കളറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റിന് ഏറ്റവും വലിയൊരു ക്യാൻവൻ്റെ ഒരു പ്രോബ്ലമാണ്. ടെക്സ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആപ്സിൽ പോയിട്ട് അതിന് പറ്റിയ ഏതെങ്കിലും ആപ്പ് ഉണ്ടോ നോക്കാം നമുക്ക്.
ഇത് ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമുക്ക് ടെക്സ്റ്റിന് ആഡ് ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് ഗ്രേഡിയൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഗ്രേഡിയൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് വർക്ക് മെയിൻ ടെക്സ്റ്റ് Ctrl+X Ctrl+P. നമുക്ക് എന്ത് ചെയ്യണം? ഫോണ്ട് ഇവിടെ മാറ്റണം. അപ്പോൾ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോണ്ട് മാറ്റണം. എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെക്സ്റ്റിന് ഗ്രേഡിയൻറ്റ് കിട്ടി. ഇതാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ആപ്പ് നമ്മൾ എടുക്കാൻ നിന്നാൽ ഒരുപാട് ആപ്സ് അതിലുണ്ട്. നമുക്ക് വേണ്ട ആപ്പ് മാത്രം പഠിച്ചാൽ പോരെ. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ആപ്പിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കിട്ടും, മിക്ക കാര്യങ്ങളും ആപ്പിൽ കിട്ടും. ഓക്കെ, നമുക്ക് അതിന് വേണ്ട ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ്ട് കൊള്ളാം, ഈ ഒരു ഫോണ്ട് കൊള്ളാം, പിന്നെ ആ ഒരു ആ ഒരു ഫോണ്ട് ഭയങ്കര ബോറായില്ലേ? ആ ഒരു ഫോണ്ട് ഒരു ഭംഗിയില്ല. ഒന്നും കൂടെ താഴേക്ക് പോയാൽ ഈ ഫോണ്ട് എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ഇനി നമുക്ക് എന്താണ്? കളർ മാറ്റണം. കളർ എങ്ങനെ മാറ്റാം? ഇവിടെ ക്ലിക്ക് ചെയ്യാം, കളർ വരും. അപ്പോൾ കളർ നമുക്ക് എന്താ വേണ്ടത്? ഇതിൽ ഉള്ള കളർ വേണം. ഇതിലെങ്ങനെ? വൈറ്റും യെല്ലോയും ആണ് വരുന്നത്. അപ്പോൾ ആ യെല്ലോ നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്യണം. ഓക്കെ, കളർ പിക്കർ എടുക്കാം. വൈറ്റും യെല്ലോയും ആണ് വരുന്നത്. പിക്ക് കളറ് ആഡ് ചെയ്യാം. കോപ്പി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ വരിക, പേസ്റ്റ്, Ctrl+V, പേസ്റ്റ്. ഓക്കെ, ഈ ഭാഗത്തേക്ക് യെല്ലോ ആണ് വന്നത്. അല്ല, ആ ഭാഗത്തേക്ക് വൈറ്റ് ആണ് വന്നത്. ഇവിടെയാണ് നമ്മുടെ കളർ വരുന്നത്. ഓക്കെ, ഈ നടുവിൽ വേണ്ട, നടുവത്തെ ബ്ലൂ ആണ് ആക്ച്വലി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡിലീറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കളർ ആഡ് ആവുകയും ചെയ്യണ്ട. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കളർ എത്ര കളർ വേണം നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റ് ആക്കണമെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്ത് താഴത്തെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ബ്ലൂ ഉണ്ട്. ആ ബ്ലൂ ഡിലീറ്റ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട കിട്ടും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കളറ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതെന്തായി? ഇവിടെ എന്ത് സംഭവിച്ചു? ഇങ്ങോട്ട് കുറച്ച് നല്ലോണം വൈറ്റ് വന്നു. വൈറ്റ് നമുക്ക് ഒരു തലക്കത്തിരി മതി. അത് നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഇവിടെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേണ്ട, അപ്പം എന്ത് ചെയ്യും? എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അവിടെ വന്നിട്ടില്ല, അതാണ്. നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. കണ്ടോ? ഏകദേശം കറക്റ്റായി. ഇനി ആഡ് ഡിസൈൻ കൊടുത്താൽ ആ ഡിസൈൻ എന്ത് വെച്ചു? ആ ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ട? പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ ആ ഡിസൈൻ എന്താവുന്നില്ല, കാണുന്നില്ല. നമ്മൾ ഇട്ട ഡിസൈൻ എന്താവുന്നില്ല, ഇവിടെ വ്യക്തമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ ചൂസ് ചെയ്ത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞതോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ല. ഇതിനോട് സാമ്യമുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് കൊടുത്ത കളർ ഉണ്ടല്ലോ, ഈ കളറിൽ തന്നെ ചെയ്യണം. ഈ കളറാണ് അവൾക്ക് സിങ്കാണ്. ആ കളർ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇത് ഡിലീറ്റ് ആക്കാം. എന്നിട്ട് അയ്യോ, അത് ഡിലീറ്റ് ആക്കണ്ട, ആദ്യമേ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എഡിറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് Ctrl+V അടിക്കുക, Ctrl+V അടിക്കുക. എന്തായി? ഓക്കെ, അപ്പം എന്തായി?
നമുക്ക് അത് പിടിച്ച് ഡിലീറ്റ് ആക്കിയത് കേട്ടോ. ഡിലീറ്റ് ആക്കിയാൽ അത് പോകുന്നുണ്ടാവും. കൺട്രോൾ ബി. ഓക്കെ, അപ്പം എന്തായി, നമുക്ക് ഡിസൈൻ കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് എലമെന്റ് കൊടുത്താൽ അതെന്താവും, അപ്ഡേറ്റ് ആവും. കണ്ട, അപ്പം നമ്മൾ എന്ത് പഠിച്ചു, ഗ്രേഡിയന്റ് എങ്ങനെ ടെക്സ്റ്റിന് കൊടുക്കാമെന്നും പഠിച്ച്. ഓക്കെ, ഇനി ഇവിടെ അതുപോലെ ഇഷ്ടംപോലെ ആപ്പ് ഉണ്ടാവും. ഇവിടെ ആപ്പിൽ വന്നിട്ട് 3D ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 3D ടെക്സ്റ്റ്. നമുക്ക് അതിന് പറ്റിയ ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ടോ നോക്കാം. കണ്ടാ, 3D മേക്കർ, ഡെപ്ത് ടെക്സ്റ്റ് ഉണ്ട്. ഡെപ്ത് ടെക്സ്റ്റ് ആണ് ആക്ച്വലി 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതുപോലത്തെ ഡെപ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡെപ്ത് ടെക്സ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ എന്തുണ്ട്, ഇഷ്ടംപോലെ ഡെപ്ത് ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ആപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡിസൈനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആപ്പൊന്നും വേണ്ട. ഇവിടെ ഒരുപാട് നിങ്ങൾ എടുത്ത ആപ്പൊക്കെ ഈ സൈഡിലുണ്ടാവും. അപ്പോൾ വേണ്ടാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു തെറ്റിൻ്റെ ഐക്കണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ എന്തായാലും അത് പോവും. ഓക്കെ, ഇന്നിപ്പം നമ്മളെവിടെ നിൽക്കുന്നത്, ഇതിൽ 3D മേക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ നോക്കാം നമുക്ക്. അത് നമുക്ക് ഒന്നിനെ 3D ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഷേപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3D ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ടെക്സ്റ്റിനെ പറ്റുമോ നോക്കാം. ടെക്സ്റ്റ് പറ്റലുണ്ടാവില്ല. കൺവേർട്ട് ഡിസൈൻ ടു 3D കൺവേർട്ട് കൊടുത്താൽ നമ്മൾ ഇമേജ് ഇങ്ങോട്ട് അപ്ലോഡ്, നമ്മൾ ഇമേജ് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3D ആക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എനിക്ക് ഈ ടെക്സ്റ്റിനെ മാത്രം എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അപ്പം ഞാൻ ഈ സെക്ഷനെ മാത്രം ഡൗൺലോഡ് സെക്ഷൻ കൊടുത്തിട്ട് ഫുള്ളിൽ ട്രാൻസ്പാരൻറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പോകണം. അങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ 3D വരുമ്പോൾ ഇത് ബോക്സ് ആയിട്ടായിരിക്കും വരിക. നോക്കാം നമുക്ക്, ബോക്സ് ആയിട്ടാണോ വരിക എന്ന് നോക്കാം നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാധനം ഡൗൺലോഡ്സിലുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്യല്ല കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു 3D മേക്കർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു ലാഗ് ഉണ്ട് കേട്ടോ. അതായത് 3D ഡിസൈൻ എന്ന് പറഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് 3D ആവും. ഇത് മാത്രമല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താക്കും, ഈ ഡിസൈനിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താക്കും, 3D ആക്കും. കണ്ട, അപ്പം ഞാനിവിടെ 3D കൊടുത്തപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യല്ല വേണ്ടത്. അത് നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ 3D ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. കണ്ട, അപ്പം ഈ ഡിസൈൻ എന്താക്കും, കംപ്ലീറ്റ് 3D ആക്കും. കണ്ട, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 3Dയിൽ എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ഡിസൈൻ കൊടുത്താൽ എന്താവും, അപ്പം ഞാൻ 3Dയിലാക്കിയ സാധനം ഉണ്ടല്ലോ, അതെന്തായി ഇവിടെ 3D ആയിക്കാണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവിടെ 3D ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ കണ്ടാ, അത് 3D ആയിട്ട് വന്നാണ്ടാവും. എനിക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അതിനാണ് അത് യൂസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, പിന്നെ അത് ഡൗൺലോഡ് ചെയ്യാനാണ് നമ്മളോട് ആദ്യം ചോദിച്ചത്. ഓക്കെ, 3D മേക്കർ എന്തായാലും നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ കുറച്ച് ആപ്സും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. ഇവിടെ ടെക്സ്റ്റിന് എങ്ങനെ ഗ്രേഡിയന്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് Alt 1 അടിക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക, Ctrl C Ctrl V, ഇതിന് താഴെ കൊണ്ടുവന്നിടുക,
ഇനി അതിൻ്റെ താഴെ എന്താ വരുന്നത്? ഇതിൻ്റെ താഴെ അങ്ങനെ ഒരു സാധനം ഇട്ട് കാണുന്നില്ലല്ലേ ആക്ച്വലി. ഇനി അതിൻ്റെ താഴെ എന്താ വരുന്നത്? ഇവിടെ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. ഏതാ ദിവസവും കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഗ്യാപ്പിൽ നല്ലൊരു ഗ്യാപ്പ്. ഓക്കെ, ഇതിൻ്റെ കളർ മാത്രമല്ല അതിൻ്റെ സ്റ്റൈലും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് കോപ്പി ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളൂ. അതും കൂടെ ആഡ് ചെയ്താൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയി. നമ്മൾ എന്ത് ചെയ്തു? വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ താഴത്ത് ഇതിൻ്റെ ടെക്സ്റ്റിന് വലുപ്പമുണ്ടാവും. അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം എന്ത് ചെയ്യാം? അതിൻ്റെ ഫോണ്ടിൽ പോയിട്ട് അതുപോലത്തെ ഒരു ഫോണ്ട് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് ഒരുപാട് മോഡൽ വരുന്നുണ്ട് കേട്ടോ. ഫോട്ടോ വെച്ച് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മോഡൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ അതിൽ ഒരു മോഡൽ എടുത്ത് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ആ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ഈ കാർഡ്, ഇതാണ് നമ്മൾ ബർത്ത്ഡേ ഇൻവിറ്റേഷനിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കൊരു കോർപ്പറേറ്റ് ഇൻവിറ്റേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് അടുത്തതിൽ ചെയ്യാം.